ആദ്യം ഞാൻ ശ്രീ വി പി മുസ്തഫയിലേക്കാണ്. ശ്രീ വി പി മുസ്തഫ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഞ്ചാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നത്. അഞ്ചാമത്തെ പ്രതി എന്ന് പറയുമ്പോൾ CPM-ന്റെ ഭാഗമായി നിന്നിരുന്ന എൻ വാസു പുറത്തേക്കിറങ്ങുന്നു. ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് CPIM പുതിയൊരു നിലപാട് പറയേണ്ടതില്ലല്ലോ. CPIM-ന്റെ നിലപാട് തുടക്കം മുതൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ അയ്യപ്പൻ്റെ സന്നിധിയിലെ ഇത്തരം മോഷണം തട്ടിപ്പുകൾ ആരാണോ നടത്തിയിട്ടുള്ളത് അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. നിയമത്തിൻ്റെ മുമ്പിൽ വന്നാൽ മാത്രം പതിയുന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്, ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനാവശ്യമായ അന്വേഷണം നടത്തി കൊണ്ടുപോകണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട്. ഇതുവരെയുള്ള ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നവരെയുള്ള മുഹൂർത്തത്തിൽ ഹൈക്കോടതി ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തെ കൃത്യമായും മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഞങ്ങൾ പറയുന്നതല്ല, CPM പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വന്നപ്പോൾ 2 ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളിത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ തന്നെയാണ് അത് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിൽ, സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ ഹൈക്കോടതിക്കൊരാശങ്കയുമില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ ആളുകൾക്ക് ആശങ്കയുണ്ടാകാം. പക്ഷേ ഈ കേസ് തുടക്കം മുതൽ അന്വേഷിച്ചു വരുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഒരു കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ എളുപ്പമല്ല. ഏതാണ്ട് ഒരു 30 വർഷത്തിലേറെ പഴക്കമുള്ള ശബരിമലയിലെ ഈ വിഷയങ്ങളാകെ ബന്ധപ്പെട്ട സങ്കീർണതകളുള്ള ഒരു കേസിൻ്റെ കാര്യങ്ങൾ നടത്തുക, അതുകൊണ്ട് കുറ്റപത്രം ചിലപ്പോൾ വൈകിയേക്കാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. ഇവിടെ CPM-ന്റെ പ്രതിനിധിയായ ഞാൻ പറയുന്നതല്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഞങ്ങളിപ്പോൾ കാണുന്നില്ല. ശരി, ശ്രീ വി പി മുസ്തഫ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പന്റെ സ്വർണം കട്ട, ഒരു തരി സ്വർണം കട്ടവരും ശിക്ഷിക്കപ്പെടണമെന്ന ശക്തമായ നിലപാടുള്ള പാർട്ടി ഇപ്പോൾ സ്വർണം കട്ടു എന്ന ആരോപണമുള്ള അല്ലെങ്കിൽ കേസിൽ പ്രതികളായ എൻ വാസുവിനും ഒപ്പം തന്നെ പത്മകുമാറിനും പാർട്ടിയിൽ തുടരാൻ അനുമതി നൽകുന്നത് എന്തുകൊണ്ടാണ്? അതും CPIM സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ പലതവണ സ്മൃതി ഉൾപ്പെടെ ഉള്ള മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കേണ്ട ഘട്ടത്തിൽ എടുത്തിരിക്കും പാർട്ടി. അവരാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലുള്ളതെങ്കിൽ, അവരാണ് ഈ സ്വർണ്ണ തട്ടിപ്പിനെല്ലാം കൂട്ടുനിന്നിട്ടുള്ളതെങ്കിൽ, അവരാണ് ഈ തട്ടിപ്പിന്റെ എല്ലാം ആശാമാരും ആസൂത്രകരുമെങ്കിൽ ഒരു സംശയവും വേണ്ടല്ലോ. CPIM-നെ കുറിച്ച് അറിയാവുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു തർക്കവും സംശയവും ഉണ്ടാകില്ല. അവർക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ വന്നിരിക്കും. അതിലൊന്നും ഒരു തർക്കവും CPM-നില്ല. ശ്രീ വി പി മുസ്തഫ, നിങ്ങൾക്ക് SIT-യിൽ വിശ്വാസം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ വിശ്വാസം, അപ്പോൾ SIT കണ്ടെത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്ന പ്രതികളിലും വിശ്വാസം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ. SIT-യിൽ വിശ്വാസമുണ്ട്, ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്. അന്വേഷണം നേരായ വഴിക്കാണ് നടക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ ഇന്ന് വരെ ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ ഈ കാലയളവിൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇല്ല, ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് മാറി ഇപ്പൊ ഹൈക്കോടതിയിൽ വിശ്വാസമില്ല, SIT-യിൽ വിശ്വാസമില്ല, വേറെ പോകണം എന്നൊക്കെ, വേറെ അന്വേഷണ ഏജൻസി വരണം എന്നൊക്കെ പറയുന്നത് ആരാണ് എന്ന് നമുക്കറിയാലോ. ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് വാസു അറസ്റ്റിലാകുമ്പോൾ, പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഹുയെ വിളിച്ച് ഇതാണ് ശരിയായ അന്വേഷണം, ഗംഭീരമാണ് അന്വേഷണം എന്ന് പറഞ്ഞവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലപാടുകൾ മാറ്റുന്നുണ്ട്. ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ആരെങ്കിലും അമിതമായി വിശ്വസിക്കുകയോ ആരെങ്കിലും തള്ളി പറയുകയോ ചെയ്തിട്ടില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ വിശ്വാസികൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നതും പാർട്ടിക്ക് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമവും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രതികൾ എല്ലാവരും തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്ന് കോടതി പറഞ്ഞോട്ടെ, അത് കോടതിയുടെ നടപടികൾ എടുക്കുമ്പോൾ അത് പറയട്ടെ. പക്ഷേ പ്രതികൾ ഓരോന്നായി പുറത്തേക്ക് പോകുമ്പോൾ
അത് പുറമേ ഈ പറയുന്ന വിശ്വാസികൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത് പാർട്ടിയുടെ ആശങ്കയല്ലേ? പ്രതികളായി ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു, അതിൽ പാർട്ടിയുടെ ആളുകളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് അതിന്മേൽ പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാമെന്ന് പാർട്ടി പറയുമ്പോൾ കുറ്റപത്രം വൈകുകയും ചെയ്യുന്നു. ആകെ കൂടി ഒരു ഒത്തുകളി മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിഷേധിക്കുക? ഈ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ട് വേണം നിഷേധിക്കാൻ, വെറുതെ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, അതിന്റെ ഒത്തുകളി നടക്കുന്നില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും നിയോഗിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വിഷയം തന്നെ ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും ഏകകണ്ഠമായി നിരീക്ഷണങ്ങളും ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല ഇതുവരെ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ടിൽ ദ ഡേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത്. ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്ത് നടക്കുന്ന ബാഹ്യമായ ബഹളങ്ങളിലും സമ്മർദ്ദങ്ങൾക്കും നിങ്ങൾ വിധേയപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് SIT ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ കേരളത്തിൽ ഇത് സംബന്ധിച്ച ചില പരിശോധനകൾ നടത്താനുള്ള സംവിധാനമില്ല നമ്മുടെ നാട്ടിൽ. പുറത്തുള്ള ചില ഏജൻസികളിലേക്ക് പോകണം. അതിനുള്ള അനുമതി ഉൾപ്പെടെ ഹൈക്കോടതിയല്ലേ കൊടുക്കുന്നത്. ഹൈക്കോടതി അതുകൊണ്ടല്ലേ അടിവരയിട്ട് പറയുന്നത്, ഒരു കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ എളുപ്പമല്ല സങ്കീർണമായ ഈ കേസിൽ. അതുകൊണ്ട് വളരെ എളുപ്പം കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ പ്രതികൾ ജാമ്യ ഹർജിയുമായി ചെല്ലുമ്പോൾ പറയുന്ന പരാമർശങ്ങൾ SITക്ക് വിമർശനമാണ്. SIT ചില സമയത്ത് മുടന്തുന്നു എന്ന് പറയുന്നുണ്ട്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന് കോടതി സിംഗിൾ ബെഞ്ചിന് സംശയമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിനെ മാത്രം വിശ്വാസം പാർട്ടിക്ക് എന്നാണോ? അല്ല, സിംഗിൾ ബെഞ്ച് അല്ലല്ലോ ഈ കേസിന്റെ മോണിറ്ററിംഗ് നടത്തുന്നത്. സ്മൃതി, അല്ല, കേസ് ഡയറി വായിക്കാനാവുക ജാമ്യ ഹർജി നോക്കുന്ന ബെഞ്ചിനായിരിക്കും കേസ് ഡയറി പരിശോധിക്കാനാവുക. അല്ല, സിംഗിൾ ബെഞ്ചിനേക്കാൾ അല്ലല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുതേ. സിംഗിൾ ബെഞ്ചിന്റെ ഒന്ന് സിംഗിൾ ബെഞ്ചിനേക്കാൾ പവർ ഉള്ളതാണ് ഡിവിഷൻ ബെഞ്ച്. 2 ദേവസ്വം ബോർഡിന്റെ ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എത്രയോ കാലമായിട്ട് ഇടപെടുന്നത് ദേവസ്വം ബെഞ്ചാണ് എന്ന് മാത്രമല്ല, കേസ് ഡയറി മാത്രമല്ലല്ലോ, ഈ SIT ഓരോ ആഴ്ചയിലും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ കൊടുക്കുകയല്ലേ. കേവലം കേസ് ഡയറി മാത്രമല്ല, ഓരോ ആഴ്ചയിലെയും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഉണ്ട്. ശരി, അപ്പോ അതാണോ ശരി? അതല്ല, ഇടയ്ക്ക് വരുന്ന 1-2 ജാമ്യ ഹർജികളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള നിരീക്ഷണമാണോ ശരി? ഏതാണ് കുറെ കൂടി വസ്തുതാപരം എന്ന് സ്മൃതി തന്നെ പറഞ്ഞോളൂ. ശരി, ഞാൻ മനസ്സിലാക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന് ഈ കേസ് ഡയറി പരിശോധിക്കാൻ ഇപ്പോൾ അധികാരമില്ല, അല്ലെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്, നേരത്തെയുള്ള വിധികൾക്ക് വിരുദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേസ് ഡയറി പരിശോധിക്കുകയില്ല, ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്നില്ല. കേസ് ഡയറി പരിശോധിക്കുമ്പോഴാണ് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ചിന് നോക്കാൻ കഴിയുക? കേസ് ഡയറി പോലും നോക്കാൻ കഴിയാത്ത ഒരു ഡിവിഷൻ ബെഞ്ചിന് ഓരോ ആഴ്ചയിലും ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ സമർപ്പിക്കുന്ന അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് നോക്കാനും അതിനെ ആസ്പദമാക്കിയിട്ട് തങ്ങളുടെ നിരീക്ഷണവും ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കാൻ പറ്റുമോ? ശരി, അപ്പൊ എല്ലാ അധികാരവും ഉള്ള ഡിവിഷൻ ബെഞ്ച് തന്നെയല്ലേ അത്? ശരി ശരി. Debate with Smriti Parathikkad.